ശേഷം നമ്മൾ അഞ്ചാപ്പാർ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. ന്യൂറംബർഗിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇതിപ്പോൾ ഏകദേശം 1 വർഷമായി ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തെ ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ചെറിയ ഗണപതിയുടെ വിഗ്രഹവും അതുപോലെ തന്നെ ഒരു വിളക്കും ഉണ്ട്. അതിനുശേഷം അകത്ത് അംബർലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഭിത്തിയിലൊക്കെ അടിപൊളിയായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഉണ്ട്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ബാർ സെറ്റപ്പ് അടിപൊളിയാണ്. ഇവിടെ നോൺ ആൽക്കഹോൾ ഡ്രിങ്ക്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സീറ്റൊക്കെ കിട്ടി. നമ്മൾ നമ്മുടെ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. നന്നാരി സർബത്ത്, ലസ്സി ഇതൊക്കെയാണ് നമ്മൾ കുടിച്ചത്. നമ്മുടെ സ്റ്റാർട്ടറായ ചിക്കൻ 65 ആണിത്. അത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ അടുത്ത സ്റ്റാർട്ടറായ ചിക്കൻ ലോലിപോപ്പ് എത്തിക്കഴിഞ്ഞു. രണ്ടും അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ട് അതിൻ്റെ ഒരു ഔട്ടർ കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ മെയിൻ ഡിഷസ് ഓരോന്നായി വരാൻ തുടങ്ങി. അപ്പോൾ ബിരിയാണിയാണ് നമ്മുടെ കഥയിലെ മെയിൻ താരം. 4 വെറൈറ്റി ഓഫ് ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സലാഡും ഉണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൊത്തു പൊറോട്ട ഉണ്ടായിരുന്നു. കൊത്തു പൊറോട്ടയുടെ കൂടെ സലാഡ് ഉണ്ടായിരുന്നു, ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു, സേമിയ പായസം എണ്ണയും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കൊത്തു പൊറോട്ടയായിരുന്നു. മസാല ദോശ വന്നു, പിന്നെ താളി വന്നു, നോൺ വെജ് താളി ആയിരുന്നു. അപ്പം അതും വന്നു. അത്യാവശ്യം ഫുഡൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒന്നിനും കുറ്റമൊന്നും പറയാനില്ല. താളിക്കകത്താണെങ്കിൽ ഓൾമോസ്റ്റ് വെജിറ്റേറിയൻ കറി എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ 2 പൂരി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഫിഷ് കറി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബിരിയാണി തന്നെ 4 വെറൈറ്റീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി, ഫിഷ് ബിരിയാണി ആൻഡ് ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി തന്നെ ചിക്കൻ 65 ഉണ്ടായിരുന്നു. നാടൻ കോഴി ബിരിയാണി ഉണ്ടായിരുന്നു. ശരിക്കും ഇവിടുത്തെ മെനു കാർഡൊക്കെ കണ്ടാൽ നമുക്ക് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. ഇത് ഏത് ഓർഡർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. എല്ലാവരും ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് ഇതിലേതാണ് അടിപൊളി എന്നുള്ളൊരു മത്സരത്തിലാണ്, കണ്ടുപിടിക്കാനുള്ള ഒരു മത്സരത്തിലാണ് എല്ലാവരും. അപ്പോൾ എന്തൊക്കെ ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് കൊത്തു പൊറോട്ട കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. എൻ്റെ ഫേവറേറ്റ് ആണ് കൊത്തു പൊറോട്ട. ഇവിടെ എപ്പോൾ വന്നാലും ഈ കൊത്തു പൊറോട്ടയാണ് ഞാൻ കഴിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഫുഡൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം പേയ്മെൻ്റൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് പാഴ്സലൊക്കെ മേടിച്ചിട്ടുണ്ട്. വീട്ടിലുള്ളവർക്ക് കൂടെ കൊടുക്കണമല്ലോ ഇതൊക്കെ. ഇതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിപ്പം തണുപ്പാണ്. അപ്പം 4 മണിയായിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പിരിയുകയാണ്. ഇനി എല്ലാവരും ഓരോരോ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.